ജെറി നമ്മുടെ നെക്സ്റ്റിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 20 ദിവസമായി. അപ്പോ ആ 20 ദിവസം കൊണ്ട് എന്താണ് ജെറിന് പഠിക്കാൻ പറ്റിയെന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാമോ? എനിക്ക് സ്മാർട്ട് ഫോണിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു മുന്നേ. വന്നു കഴിഞ്ഞപ്പോ സ്മാർട്ട് ഫോൺ എന്താണെന്നും ബേസിക് ഉള്ള കാര്യങ്ങളെല്ലാം ആദ്യം മനസ്സിലായി. പിന്നെ ഇതെങ്ങനെ സ്മാർട്ട് ഫോൺ സേഫ് ആയിട്ട് വേറെ എന്തൊന്നും ഇല്ലാണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ളത് ഇതൊക്കെ മനസ്സിലായി. പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ക്ലാസ് നൈസ് വൈബിനാ പോലെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. പിന്നെ എന്തൊക്കെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റിയ ഫോൺ സോൾവ് ചെയ്യാനൊക്കെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പൊ സോൾവ് ചെയ്യാൻ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ മൾട്ടിമീറ്ററിൽ എങ്ങനെ ചെക്ക് ചെയ്യണം അതിന്റെ ഓരോരോ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഹാപ്പിയാണ്. അതായത് ഒരു ഫോണ് പക്കറ്റ് അഴിക്കാനും എല്ലാം പഠിച്ചു. പ്രദീപ് ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 20 ദിവസമായി. അപ്പോ പ്രദീപിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നമ്മുടെ നെക്സ്റ്റിൽ വന്നിട്ട് ഈ 20 ദിവസം കൊണ്ട് പ്രദീപിന് എന്താണ് പഠിക്കാൻ പറ്റിയത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് സോൾഡറിങ്, അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സോൾഡറിങ് പഠിച്ചത്. നേരത്തെ സോൾഡറിങ് ചെയ്യും, ബട്ട് ഇത്ര മൈന്യൂട്ട് ആയിട്ടുള്ള ജമ്പർ അടിക്കാനോ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ബോർഡിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റി, ബോർഡ് ചെക്ക് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ നമ്മളെ സിൻഡ്രോ ചെക്ക് ചെയ്യുന്നതിനെ പറ്റിയും ഒരുപാട് ഡയോഡ് വാല്യൂ ചെക്ക് ചെയ്യാനും മൾട്ടിമീറ്ററിനെ പറ്റി ഒരുപാട് നേരത്തെ എനിക്ക് ടൂൾസിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അപ്പം നേരത്തെ പോലെ ഞാൻ ഫോണ് കാര്യങ്ങളൊക്കെ അഴിച്ച് നോക്കുമായിരുന്നു. ബട്ട് എനിക്ക് അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്ന ആ ഫോണുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ബട്ട് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു ഫോണിന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ അത് എത്ര കെയർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അതിന് കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ 20 ദിവസം കൊണ്ട് നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സ് കാര്യങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിക് ഇലക്ട്രോണിക്സ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല അപ്ഡേഷൻ ആയിട്ടുണ്ട്. 20 ദിവസം കൊണ്ട് സെറ്റ് ആയപ്പോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമുക്ക് വർക്ക് ആണെങ്കിലും കാര്യങ്ങളും എക്സ്ട്രാ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഓൾറെഡി നമുക്ക് കൂടുതൽ പിന്നീടാണെങ്കിലും അതായത് ക്ലാസ് ടൈം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. മൈക്കി, നീ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 20 ദിവസം കഴിഞ്ഞു. അതായത് 20 ദിവസം അടുത്തായി, 19 ദിവസങ്ങൾക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ്? ഇവിടെ വന്നിട്ടുള്ള എന്തോരം നിനക്ക് പഠിക്കാൻ പറ്റി? എത്രത്തോളം നീ മൊബൈലിനെ കുറിച്ച് അറിഞ്ഞു? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പ്രോപ്പറായിട്ട് കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി. മൊത്തം മനസ്സിലാവുന്നുണ്ട്. പഠിപ്പിക്കുന്നതായാലും പ്രാക്ടിക്കലായാലും ചെയ്യുന്നതായാലും എല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ മദർ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പഠിപ്പിച്ചു. പിന്നെ ടൂൾസൊക്കെ ഇവിടെ വന്ന് ഏകദേശം കുറച്ച് ടൂൾസൊക്കെ അറിയായിരുന്നു. എന്നാലും ഒന്നുകൂടെ ഇവിടെ വന്നപ്പോൾ എല്ലാം കണ്ടപ്പോഴേക്കും ക്ലിയറായി. പിന്നെ സാർ അടിപൊളിയായിരുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിപ്പിച്ചു തന്നു. പിന്നെ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും പാൽസെല്ലാം പഠിപ്പിച്ചു. മദർ ബോർഡായാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ എല്ലാം പഠിപ്പിച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് മൊബൈൽ ഷോപ്പിൽ നിന്നായിരുന്നു. എന്നാലും എനിക്കത്ര ഇതായിട്ടില്ല. മൊബൈൽ സർവീസ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ എല്ലാം മാറിയിട്ടുണ്ട്. എന്നാലും ഇവിടെ വന്നപ്പോഴേക്കും അന്ന് ഞാൻ പാടാമെന്നാണ് കരുതിയത്. പക്ഷെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടപ്പോഴേക്കും കുറച്ചുകൂടെ എളുപ്പമായി. മുന്നോട്ട് നല്ലപോലെ പഠിക്കാനൊക്കെ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ട്. മൊബൈലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അഴിച്ചുള്ള എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ടുള്ള അഴിച്ച് കാര്യങ്ങളെല്ലാം മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാനും കാര്യങ്ങളെല്ലാം സെറ്റായി പഠിച്ചു. സെറ്റായപ്പോ സെറ്റായി. കോൺഫിഡന്റ് ആണ്. പിന്നെ നമുക്ക് ഇനി ഒരു 40 ദിവസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഒരു ഫോൺ പക്കയിട്ട് അഴിക്കാനുള്ള അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഉണ്ട്. പക്ക. ഓക്കെ.